അപ്പം ലക്ഷ്യങ്ങൾ സമ്പാദിക്കണമെന്ന് വിചാരിച്ച് ഞാൻ വീട്ടിൽ തന്നെ കുറച്ച് ബിസിനസ് തുടങ്ങാൻ പ്ലാൻ ചെയ്ത്. അപ്പം ആ ബിസിനസ്സുകൾ എന്തൊക്കെയാണെന്ന് അറിയാൻ നിങ്ങൾക്ക് താല്പര്യമില്ലേ? അപ്പം വാ, ഞാൻ കാണിച്ചു തരാം എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ കാണിച്ചു തരുന്നത് മണി പ്ലാന്റാണ്. ഇത് ഞാൻ ബിസിനസ്സിന് തുടങ്ങിയതല്ല. പൊതുവേ ഇതൊക്കെ വീട്ടിലുണ്ടായ കുറേ പൈസയൊക്കെ വരുന്നതാണല്ലോ, അല്ലേ? ആണ്. അപ്പം ഞാനതങ്ങോട്ട് നട്ട് കഴിഞ്ഞപ്പോൾ വേണ്ട, വീട് മൊത്തം മണി പ്ലാന്റാണ്. പക്ഷേ പൈസയൊന്നും വരുന്നുണ്ടായില്ല കേട്ടോ. ഇതിങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്നുണ്ടായി. അതൊക്കെ പോട്ടെ, ഇതിനൊന്ന് ഇൻട്രൊഡക്ഷൻ കൊടുത്തതാണേ. അപ്പം ഞാൻ ആദ്യമായിട്ട് തുടങ്ങിയ ബിസിനസ് എന്താണെന്നറിയാൻ നിങ്ങളെല്ലാവരും കാത്തിരിക്കണം. കാരണം കഷ്ടപ്പെട്ടാണ് ഞാൻ ഈ ഒരു സംഭവങ്ങളൊക്കെ കണ്ടുപിടിച്ചത്. അപ്പോൾ ആദ്യം ഞാൻ വിചാരിച്ച എല്ലാവരും ഈ ആരോഗ്യം നോക്കുന്ന ആൾക്കാരാണല്ലോ. അപ്പോൾ ആയുർവേദത്തിൽ കൂടെ പോവാമെന്ന് വിചാരിച്ച് ഈ സാധനം നട്ട്. ഇത് കാട് പോലെ വളരുന്നുണ്ട്, പക്ഷെ ഇതൊരാൾക്കും വേണ്ട. ഇതെന്താണെന്ന് ആർക്കും അറിഞ്ഞൂടാ. അങ്ങനെ ഇത് ഞാനിങ്ങനെ നോക്കൂത്തി പോലെ എല്ലാ ആഴ്ചയിലും വെട്ടിക്കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ബിസിനസ്സാണിത്. തകർന്ന് തരിപ്പണമായ എൻ്റെ ബിസിനസ്. പക്ഷെ ഞാൻ ഇവിടെ ഒന്നും തോൽക്കാൻ ഉദ്ദേശിച്ചില്ല. അടുത്ത ബിസിനസ് തുടങ്ങി ഞാൻ. അതെന്താണെന്നല്ലേ, ബിരിയാണിയാണല്ലോ ഇപ്പോൾ മലയാളികളുടെ അടുക്കളയിൽ. ആഴ്ചയിൽ ഒരു ദിവസം അല്ലെങ്കിൽ മാസത്തിലെങ്കിലും ഉണ്ടാക്കും. അതിനു വേണ്ടി ഞാൻ ബിരിയാണിയുടെ ഓല, ഇത് ഞാൻ ആമസോണിലൊക്കെ വിറ്റ് പൈസ ഉണ്ടാക്കുക വിചാരിച്ച് നട്ടതാ. ഇത് കൊണ്ടുവന്ന് ഞാൻ നട്ട് കഴിഞ്ഞപ്പോൾ നാട്ടുകാർ എന്നോട് ചോദിക്കണം, എന്താണ് ഈ കാടൊക്കെ കൊണ്ടുവന്ന് വീട്ടിൽ നട്ടിക്കണതെന്ന്. അപ്പം എനിക്ക് മനസ്സിലായി ഇതുകൊണ്ടും ഒന്നും നടക്കാൻ പോണില്ല എന്നുള്ളത്. കാരണം ഇതെന്താണെന്നറിയാത്ത ആൾക്കാർക്കിടയ്ക്ക് ഞാൻ എങ്ങനെ ഇത് ബിസിനസ് നടത്തും. അപ്പം ഞാൻ വിചാരിച്ച് ഇത് ഇനിയിപ്പോൾ അവരെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി ഇത് എങ്ങനെ വിൽക്കണം എന്നുള്ളത് എനിക്കും അറിഞ്ഞൂടാ. അതവിടെ പോട്ടെ, വേറെ ബിസിനസ് തുടങ്ങാൻ വിചാരിച്ച്. അങ്ങനെ തുടങ്ങിയ ബിസിനസ്സാണ് ഇതാ ഇക്കണ്ണ. എന്താണെന്ന് മനസ്സിലായാ? ഇപ്പം എല്ലാവരും കുടിക്കണം നീലച്ചായ. ബിസിനസ്സിൻ്റെ ഡെവലപ്മെൻറ്റ് കാരണമുണ്ടല്ലോ, ദിവസം ഒരു പൂവേ വിരിയുള്ളൂ. കണ്ട, ഇത്രയും വലിയൊരു മരത്തിൽ ഒറ്റ പൂവ്. ഇത് വെച്ച് ഞാൻ എങ്ങനെ ബിസിനസ് തുടങ്ങും നിങ്ങൾ പറ? എല്ലാ ദിവസവും ചെന്ന് നോക്കൂ. ഇതാ കഴിഞ്ഞ ദിവസം ഒന്ന് വിരിഞ്ഞ്, ഇന്നൊരുന്ന് വിരിഞ്ഞ്. അപ്പം നിങ്ങൾ വിചാരിക്കും ഞാൻ തോറ്റുപോയിന്ന്. ഒരിക്കലുമില്ല. അടുത്ത ഞാൻ തുടങ്ങാൻ പോയ ബിസിനസ് ഈ ഗപ്പി ബിസിനസ്സാണ്. ഇതിലെന്തായാലും ലാഭം കിട്ടും. കാരണം ഇനി സ്കൂൾ പൂട്ടല്ലേ. ഒരു ഗപ്പിക്ക് 10 രൂപ വെച്ച് കൊടുത്താലും ഇഷ്ടം പോലെ പൈസ ഉണ്ടാക്കാമല്ലോ. ലക്ഷങ്ങളില്ലെങ്കിലും 1000 ഉണ്ടാക്കാമല്ലോ. ഇതിൽ നിങ്ങൾക്ക് ഗപ്പി കാണില്ല. അപ്പോൾ ഞാൻ അകത്തൊന്നുകൂടി വെച്ചിട്ടുണ്ട്. അങ്ങോട്ട് വാ, ഞാൻ കാണിച്ചു തരാം. കണ്ടാ ഗപ്പി കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടോ? ഇതിന് പെരലാന്നൊന്നും പറഞ്ഞ് വന്നേക്കല്ലോ കേട്ടോ. ഇത് ഗപ്പിയാണ്, ഗപ്പി. ഇനി ഇതിനെ വിറ്റ് പൈസ ഉണ്ടാക്കി ലക്ഷപ്രഭു ആവണം എന്നുള്ളതാണ്. ഇനി ഇതൊന്നും നടന്നിട്ടില്ലെങ്കിൽ ഇതാ നിങ്ങൾ എൻ്റെ ഈ വീഡിയോ കാണുക. അങ്ങനെ ഞാൻ യൂട്യൂബിൽ വിജയിച്ച് കഴിഞ്ഞാൽ പിന്നെ പറയണ്ട, പിന്നെ ലക്ഷപ്രഭു തന്നെ. അപ്പോൾ എന്ത് വേണം, ഈ ബിസിനസ്സും പൊട്ടാൻ സാധ്യതയുള്ള സ്ഥിതിക്ക് എൻ്റെ എല്ലാ വീഡിയോസും ഇങ്ങനെ കാണുക, നിങ്ങളെന്നെ സപ്പോർട്ട് ചെയ്യുക. പക്ഷെ നല്ല അടിപൊളി മീളാട്ടോ. എന്താ വേണ്ടവരെന്തായാലും ചോദിക്കുക. ഞാൻ 10 രൂപ വെച്ചാണ് വിൽക്കാൻ ഉദ്ദേശിക്കുന്നത്. രക്ഷപ്പെടുമായിരിക്കും. ഇതിനൊരു ക്ലാരിറ്റി കിട്ടണമെങ്കിൽ ഞാൻ നല്ല ഉള്ളിൽ നിന്നുള്ള ഫോട്ടോ എടുത്തു തരാം കേട്ടോ. പല ടൈപ്പ് ഉണ്ട്. ഇവരെ വിൽക്കുന്നതിൽ മനസ്സിലായതുകൊണ്ടാണ് തോന്നുന്നത് ഇവരൊന്നും എനിക്ക് നിന്നിരുന്നില്ല. എന്താ നമ്മളിത് നല്ല പുല്ലൊക്കെ വെച്ച് സെറ്റ് ചെയ്താണ് ഉണ്ടാക്കിയിരിക്കണത്. ഉണ്ടാക്കണ്ട, സൂപ്പറല്ലേ? അപ്പോൾ ഇതൊക്കെയായിരുന്നു എൻ്റെ ബിസിനസ് ഐഡിയാസ്. സത്യത്തിൽ ഇതെൻ്റെ ബിസിനസ് ഐഡിയാസ് ഒന്നല്ല കേട്ടോ. ഞാനിങ്ങനെ ഓരോന്നിങ്ങനെ യൂട്യൂബിൽ വിജയിക്കണ സംരംഭം കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ വെറുതെ ഓരോന്ന് നട്ടത്. അതൊക്കെ കാട് പോലെ വളർന്നതാണ്. ഇതും അതും തമ്മിൽ ഒരു ബന്ധമില്ല കേട്ടോ. അപ്പോൾ ശരി, ഇത്രയൊക്കെ ഉള്ളൂ. ഇത്രയും നേരം എൻ്റെ വാചകമടി കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം. എന്തായാലും നിങ്ങളാരും ഇത്ര വരെയൊന്നും ഈ വീഡിയോ കണ്ടിട്ടുണ്ടാവില്ല എന്നുള്ളത് എനിക്കറിയാം. ആകെ 50 സെക്കൻഡോ അല്ലെങ്കിൽ 25 സെക്കൻഡോ ആണ് എൻ്റെ എല്ലാ വീഡിയോസും കാണുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ഇട്ടേ. ആരെങ്കിലും കാണുകയാണെങ്കിൽ കാണട്ടെ. ഇനിയിപ്പോൾ സംസാരം ഇഷ്ടമല്ലെങ്കിലും ഇതുപോലത്തെ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയല്ലോ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അടുത്ത ബിസിനസ് ഐഡിയാസായിട്ട് ഞാൻ വരുന്നവരേക്കും ബൈ.